അപകടകാരിയോ? അപ്പൻഡിസൈറ്റിസ്. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. അപ്പൻഡിസൈറ്റിസിൽ ബാക്ടീരിയ, വൈറസ് മൂലമോ അഥവാ കട്ടിയായ മലം അടിഞ്ഞുകൂടുന്നത് മൂലമോ അണുബാധ ഉണ്ടാകുന്നതിനെയാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൻഡിക്സ് ശരീരത്തിന്റെ ഏതു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? വളരെ ചെറുതും ട്യൂബ് ആകൃതിയിലുമായി കാണുന്ന ഒരു അവയവമാണ്. ഉദരത്തിന്റെ വലതുഭാഗത്ത് താഴെയായി വൻകുടലും ചെറുകുടലും ചേരുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൻഡിക്സ് രോഗലക്ഷണങ്ങൾ എന്തെല്ലാം? സാധാരണയായി പൊക്കിൾ ഭാഗത്തുനിന്ന് ചെറിയ തോതിൽ വേദന ആരംഭിച്ച് വയറിന്റെ വലതുഭാഗത്തേക്ക് വ്യാപിച്ച് ശക്തമാകും. ചില സമയത്ത് വളരെ പെട്ടെന്നു തന്നെ വേദന അനുഭവപ്പെടുകയും തുടർന്ന് ശക്തമാവുകയും ചെയ്യുന്നു. ഇത്തരം വേദന സാധാരണ കാണുന്ന വയറുവേദനയേക്കാൾ കാഠിന്യം കൂടുതൽ ഉള്ളതാണ്. വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, പനി എന്നിവയും അനുഭവപ്പെടുന്നു. രോഗനിർണയം എങ്ങനെ? സാധാരണയായി ശാരീരിക പരിശോധന, രക്തപരിശോധന, സ്കാനിംഗ് എന്നിവ വഴി കണ്ടുപിടിക്കാവുന്നതാണ്. രക്തപരിശോധനയിൽ ശ്വേതരക്താണുക്കളുടെ അളവ് വളരെ കൂടുതലായിരിക്കും. ശരീരപരിശോധനയിൽ വയറിന്റെ വലതുഭാഗത്ത് തൊടുമ്പോൾ ശക്തമായ വേദന അനുഭവപ്പെടും. അപ്പൻഡിസൈറ്റിസ് പകരുമോ? അപ്പൻഡിസൈറ്റിസ് പകരുന്ന അസുഖമല്ല. ആർക്കു വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണിത്. എന്നിരുന്നാലും 10 മുതൽ 30 വയസ്സിനിടയിൽ ഉള്ളവരിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. എപ്പോഴാണ് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത്? അപ്പൻഡിസൈറ്റിസ് രോഗനിർണയം നടത്തി കഴിഞ്ഞാലുടൻ ശസ്ത്രക്രിയ നടത്താം. അപ്പൻഡിക്സ് എന്ന അവയവം ശരീരത്തിന് ദോഷം വരാത്ത വിധത്താൽ മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ശസ്ത്രക്രിയ നടത്തുന്നത്? അപ്പൻഡിക്സെക്ടമി എന്നാൽ അണുബാധയുള്ളതും വീർത്തതുമായ അപ്പൻഡിക്സിന്റെ നീക്കം ചെയ്യലാണ്. ബാക്ടീരിയ വളരുന്നതുമൂലം അപ്പൻഡിക്സ് വീർക്കുകയും അപ്പൻഡിക്സ് ദ്വാരത്തിൽ തടസ്സം അനുഭവപ്പെടുകയും ചെയ്യുന്നു. തന്മൂലം അതിൽ അണുബാധ ഉണ്ടാവുകയും പഴുപ്പ് വന്ന് നിറയുകയും ചെയ്യുന്നു. തുടർന്ന് ശക്തമായ വയറുവേദന അനുഭവപ്പെടുന്നു. അണുബാധ ഉണ്ടായ അപ്പൻഡിക്സ് നീക്കാത്ത പക്ഷം അത് പൊട്ടുകയും പഴുപ്പ് വയറിനുള്ളിലും രക്തത്തിലേക്കും പടരുകയും തൽഫലമായി വളരെ ഗൗരവമായ ശാരീരിക പ്രശ്നങ്ങൾ വരെയോ സംഭവിക്കാം.